iQOO Z9S Pro, a mid-range killer from Vivo. നമുക്ക് ഇവരെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലെറ്റ്സ് വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ആദ്യമായി നമുക്കിതിൻ്റെ ബോക്സ് തന്നെ നോക്കാം. സാധാരണ iQOOൻ്റെ ബ്ലാക്ക് ബോക്സിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലക്സ് മാർബിൾ കളറിലുള്ള iQOO Z9S Pro ഹാൻഡ്സെറ്റ് കാണാൻ സാധിക്കുന്നു. ഈ ഫോൺ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനടിയിലായിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സും അതിന് താഴെ 80 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജറും ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിളും അവൈലബിൾ ആണ്. ബോക്സിനകത്ത് ഈ 80 വാട്ട്സിൻ്റെ ചാർജർ ലഭിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. 3D കർവ്ഡ് അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD റെസൊല്യൂഷനുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഡിസ്പ്ലേ തന്നെയാണ്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ളതിനാൽ സ്ക്രോളിങ്ങും ആനിമേഷനൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നു. 4500 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളതിനാൽ വെയിലത്തും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നു. HDR10+ൻ്റെ സപ്പോർട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കർവ്ഡ് ഡിസ്പ്ലേ തന്നെ കാഴ്ചയ്ക്ക് നല്ല പ്രീമിയം ഫീൽ നൽകുന്നുണ്ട്. എല്ലാം നല്ല ഇൻഫിനിറ്റി പോലെ ഫീൽ ചെയ്യുന്ന കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കളേഴ്സൊക്കെ നല്ല പഞ്ചിയായി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സൗണ്ടിൻ്റെ കാര്യത്തിൽ ഇതിന് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഗെയിമിങ്ങിനും വീഡിയോസിനൊക്കെ കാണുമ്പോൾ നല്ല ലൗഡായതും ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ഇത് നൽകുന്നുണ്ട്. iQOO Z9S Pro വന്നിരുന്നത് ആൻഡ്രോയിഡ് 14-ലാണെങ്കിലും ഇപ്പോൾ അത് ആൻഡ്രോയിഡ് 15-ലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം ബ്ലോട്ട്വേഴ്സ് ഒക്കെയുള്ള ഫൺ ടച്ച് OS ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ തന്നെ പെർഫോമൻസിന് ഇത് കാര്യമായിട്ട് ബാധിക്കുന്നൊന്നുമില്ല. നമുക്ക് ആവശ്യമില്ലാത്ത ആപ്സ് കളയണമെന്ന് മാത്രം. സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആയതുകൊണ്ട് തന്നെ സാധാരണ ഉപയോഗത്തിലും മൾട്ടി ടാസ്കിങ്ങിലൊക്കെ ആപ്പുകൾ തുറക്കുമ്പോഴോ ക്ലോസ് ചെയ്യുമ്പോഴോ യാതൊരു ലാഗും ഫീൽ ചെയ്യുന്നില്ല. 12GB വരെ റാം ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ആപ്പുകൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നല്ല ഫാസ്റ്റ് ആൻഡ് റിലയബിൾ ആയിട്ടുള്ള സ്കാനറാണ്. വിരൽ വെച്ച ഉടനെ തന്നെ ഫോൺ അൺലോക്ക് ആക്കുന്നുണ്ട്. പൊസിഷനും നല്ല സൗകര്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സിം ട്രേ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഡ്യുവൽ നാനോ സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 2 5G സിം ഒരേ സമയം ഉപയോഗിക്കാം. എന്നാൽ മൈക്രോ SD കാർഡ് സ്ലോട്ട് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് ആവശ്യമുള്ളവർ 256 മെമ്മറി ഉള്ള ഓപ്ഷൻ എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്ത് ക്യാമറ ഇൻ്റർഫേസ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ മോഡ്സൊക്കെ താഴെ തന്നെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ മോഡ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. സൂം ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നേരെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. 0.6 മുതൽ 10x വരെയുള്ള ഡിജിറ്റൽ സൂം നമുക്കിതിനകത്ത് ലഭിക്കുന്നതാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ക്യാമറയുമാണ് ബാക്ക് ലെയറിൽ വരുന്നത്. എന്നാൽ ഫ്രണ്ടിൽ വരുന്നത് 16 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ്. 30 FPS വരെയുള്ള 4K വീഡിയോസ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനടുത്ത കുറച്ച് ഫോട്ടോ സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം. ഫോർ കെ 30 FPS ആണ് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിൽ മാക്സിമം ഓപ്ഷൻ വരുന്നത്. iQOOൻ്റെ ഫോണുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഗെയിമിംഗ് ഓപ്ഷനായിട്ടുള്ള ഫോണുകളാണ് iQOO കൊടുക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 7 Gen 3 ചിപ്സെറ്റും Adreno 720യുടെ GPUയും ഇതിനൊരു പവർഫുൾ ഗെയിമിംഗ് ഡിവൈസ് ആക്കുന്നുണ്ട്. നല്ല ഗ്രാഫിക്സ് ഉള്ള ഹെവി ഗെയിമുകൾ ഹൈ ഗ്രാഫിക്സിലും മാക്സിമം ഫ്രെയിം റേറ്റിലൊക്കെ യാതൊരുവിധ ലാഗമൊന്നുമില്ലാതെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഗെയിമിങ്ങിനായിട്ട് അൾട്രാ ഗെയിം ഓടുന്ന ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2000 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിന് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ നേരം ഗെയിം കളിച്ചാലും ഫോണിങ്ങിന് യാതൊരുവിധ ഹീറ്റിംഗ് ഇഷ്യൂസും അനുഭവപ്പെട്ടിട്ടില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫിക്കേഷൻസ് അറിയാനായി വീഡിയോ മുകളിൽ പിൻ ചെയ്തിട്ടേക്കാം. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസും ഗെയിമിങ്ങിനും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രീമിയം ലുക്കുള്ള കർവ്ഡ് ഡിസ്പ്ലേ തരുന്ന നല്ലൊരു ഫോൺ തന്നെയാണ് iQOOൻ്റെ Z9S Pro. ഇതുപോലുള്ള ഫോണുകൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്